അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ട്. ഇന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് വണ്ടിക്ക് ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്. കാരണം ആ സീറ്റ് ഭയങ്കര മോശമാണ്. അപ്പോൾ ആ സീറ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് എടുത്ത് നോക്കിയിട്ടൊന്നും ശരിയായില്ല. പിന്നെ നമ്മൾ ഇന്നലെ ഒരു യാത്ര പോയിരുന്നു. അപ്പോൾ പോയിട്ട് വരുന്ന വഴിക്കൊരു യാദൃച്ഛികമായ ഒരു കട കണ്ട് അവിടെ സംസാരിച്ചപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയുന്നത്. സീറ്റിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ അതിൽ ഈ 250 ADVൻ്റെ പ്രശ്നം. ഇവിടെ കുഷ്യൻ കുറവാണ്, അതിൻ്റെ പ്രശ്നമാണ്. ബാക്കെല്ലാം നല്ല മരവിൽപ്പുണ്ട്. അപ്പം ലോങ് റൈഡിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാളയൊക്കെ വെച്ച് കെട്ടേണ്ടി വരും, അങ്ങനത്തെ അവസ്ഥയാണ് 50 കിലോമീറ്റർ ഓടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ കുഷ്യൻ എഫക്റ്റ് കുറവായതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ആ കുഷ്യന് ചെയ്യാൻ പോയാണ്. പിന്നെ ഇന്നലെ പോയിട്ട് വന്നതിന് ശേഷം ചെളിയും ഇതെല്ലാം അടിച്ച് കിടക്കുകയാണ്. എന്നിട്ട് വേണം വാശി സീറ്റിൻ്റെ 3 മണിക്കൂറിൻ്റെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ ആദ്യമേ പുള്ളി. അതിനനുസരിച്ച് അവർക്ക് സമയം കൊടുക്കണം, നല്ല രീതിയിൽ ചെയ്ത്. ഏതാണ്ട് 10-12 mm കുഷ്യൻ ഫോം ചെയ്യുന്നുണ്ട്. ഫോം ചെയ്ത് പഴയ ഡ്യൂക്കിൻ്റെ തന്നെ ഇറക്ഷനാണ് ചെയ്യുന്നത്. ഇതിന് എന്തായാലും ചെയ്യാൻ പറ്റില്ല, ഇതിലാനും കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് എവിടെയാണ് കേട്ടോ, കുണ്ടമ്മൻകടവ് പാലം കഴിഞ്ഞ ഉടനെ, പാലം തീരുന്നതിന് മുന്നേ തന്നെ ഇവിടെയുണ്ട്. ബോർഡൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഷോപ്പ്. വിഷ്ണു അപ്പോൾസറിയാണ്. ഇതാണ് നമ്മുടെ സീറ്റിൻ്റെ ഫോം വരുന്നത്. ഇത്രയും കനയേ ഉള്ളൂ കേട്ടോ. അതാണ് നമുക്ക് പ്രശ്നം ഇരിക്കുമ്പോൾ. ഈ കനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ചുമ്മാതല്ല നമ്മുടെ മൂടും ഇതെല്ലാം പോണത്. നമ്മളിനി ചെയ്യാൻ പോണത് ഇതിൻ്റെ മുകളിൽ അഡീഷണൽ ഫോം വരും. അതിനനുസരിച്ച് കുഷ്യനും എല്ലാം കൂടെ ചേർത്ത് ലെവൽ ചെയ്ത് ഹൈറ്റ് നല്ല രീതിയിൽ കുറച്ചുകൂടെ ഹൈറ്റ് വ്യത്യാസം വരും. സംഭവം ഒരു ചെറിയൊരു അബദ്ധം പറ്റി. അത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാണോ അതോ ഇന്നലത്തെ മഴയിൽ നനഞ്ഞതാണോ ആ വെള്ളമാണോ എന്ന് പറഞ്ഞുകൂടാ. വരുമ്പോൾ ഞാൻ എന്തായാലും സീറ്റിൽ വെള്ളം അടിച്ചില്ല. അപ്പോൾ സംഭവം ഇന്നലത്തെ മഴയിൽ വെള്ളം അകത്തോട്ട് ഇറങ്ങിയതാണ്. സംഭവം ഇതിന് ആ ഫോമിൽ വെള്ളം ഇറങ്ങിയിട്ട് അതിനെ ഉണങ്ങാതെ പശ തേച്ചാൽ ഒട്ടത്തില്ല. പുള്ളിക്കാരൻ ഇപ്പം ഹെയർ ഡ്രയർ എടുത്ത് വെക്കാൻ പോയിരിക്കുക. അതിട്ട് ഉണക്കിയാലേ പശ തേക്കാൻ പറ്റുള്ളൂ. അത് മിക്കവാറും ഇന്നലത്തെ മഴയിൽ നനഞ്ഞതാണ്. അപ്പോൾ വെള്ളം ഇറങ്ങുന്നുണ്ട് ആ സീറ്റിൻ്റെ അകത്ത്. വാട്ടർ പ്രൂഫ് അല്ല കമ്പനി സീറ്റ്. ഈ ഫോമും കൂടെയാണ് ഇപ്പം നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഷേപ്പ് ചെയ്യും. ഇത് ഉരച്ച് രാവി ഷേപ്പ് ചെയ്ത് അതേ മോഡലിലെടുക്കും. അതേ ഇതിലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ കുഷ്യൻ വരും. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കവറ് പഞ്ച് ചെയ്തെടുക്കും.
ഇതൊക്കെ ഡയമണ്ട് കട്ടാണ് കേട്ടോ. ഇത് വേറെ ലെവൽ സാധനം. പക്ഷേ ഇത് നമ്മുടെ കയ്യിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നടക്കൂല. ഇത് ഈ ബുള്ളറ്റിലത്തേക്ക് വേണ്ടി ചെയ്യണേ സാധനം കൊള്ളാം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെന്തൊക്കെയാണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം. 3 മണിക്കൂറിൻ്റെ പരിപാടിയുണ്ട്. രാവിലെ കൊണ്ടുവരാൻ പറഞ്ഞാണ്. ഞാൻ ഉറങ്ങി. ഇന്നലത്തെ ഒരു യാത്ര കഴിഞ്ഞിട്ട് അങ്ങനെ ക്ഷീണമായിട്ട് ഉറങ്ങി. ഇതിനെ കട്ട് ചെയ്ത് 2 പ്രാവശ്യം കട്ട് ചെയ്ത് 2 ലെവലായിട്ട് വയ്ക്കും. അതായത് ഷേപ്പിൽ. ഇതെനിക്ക് തോന്നുന്നേ 8 mm ഉണ്ട്. 8 mm കൂടുതലുണ്ടെന്ന് തോന്നുന്നു തിക്നെസ്. സീറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞേട്ടോ. നല്ല കിടിലം ഫിനിഷിങ്ങിൽ നല്ല സപ്പോർട്ട് കൊടുക്കും. ഇതിനൊക്കെ നോക്കി നല്ല കംഫോർട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് ഓട്ടിച്ചിട്ടൊക്കെ ബാക്കി ഇതിൻ്റെ റിവ്യൂ കൂടെ. നമ്മൾ മെയിനായിട്ട് കുഷ്യന് ഇവിടെയാണ് കൂടുതൽ ചെയ്തത്. ഇവിടെ വലുതായിട്ട് ചെയ്തിട്ടില്ല, ഇവിടെ തന്നെയാണ് മെയിനായിട്ട് ചെയ്തത്. ഹൈറ്റ് ഇവിടെ വരെ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇതുവരെ ഹൈറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കുഷ്യനെ കൊണ്ട് കയറ്റി ഇത്രയും ഹൈറ്റ് ആക്കിയിട്ടുണ്ട്. കാലിപ്പം ചെറുതായിട്ടേ എത്തുന്നുള്ളൂ.